പയ്യന്നൂർ MLA ശ്രീ വി കുഞ്ഞികൃഷ്ണന് ചെറുപുഴ പഞ്ചായത്ത് ഭരണസമിതിയുടെ നേതൃത്വത്തിൽ ഊഷ്മളമായ സ്വീകരണം നൽകി. പഞ്ചായത്തിൽ വെച്ച് നടന്ന ചടങ്ങിൽ ചെറുപുഴ ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് സതീശൻ കാർത്തികപ്പള്ളി ഏവർക്കും സ്വാഗതം ആശംസിച്ചു. പുതിയ സർക്കാരിന്റെ പ്രതിനിധിയായിട്ട് നമ്മുടെ പ്രിയപ്പെട്ട പയ്യന്നൂരിന്റെ MLA വി കുഞ്ഞികൃഷ്ണൻ നമുക്ക് വളരെ സന്തോഷകരമായ കാര്യമാണ്. ഏതായാലും ചെറുപുഴ പഞ്ചായത്ത് ഭരണസമിതിയിലോട്ട് കുഞ്ഞികൃഷ്ണൻ ക്ഷണിക്കുമ്പോൾ നമ്മൾ ഈ ഒരു മുഹൂർത്തത്തിൽ വളരെ ചെറുപുഴ പഞ്ചായത്ത് ഭരണസമിതി അംഗങ്ങൾ എന്ന രീതിയിൽ നമ്മൾ വളരെയധികം സന്തോഷത്തിലാണ്. നമുക്കറിയാം, വി.ഡി. സതീശൻ സർക്കാർ ആദ്യത്തെ കഴിഞ്ഞ ബജറ്റിൽ തന്നെ ചെറുപുഴ പഞ്ചായത്തിൽ സമാനതകളില്ലാത്ത പദ്ധതി വിഹിതങ്ങൾ ഒരുപക്ഷെ ചരിത്രത്തിൽ ആദ്യം കഞ്ഞുവയലിൽ തന്നെ ഇത്രയും വലിയ തുക ഇടം പിടിച്ചത് പയ്യന്നൂർ മണ്ഡലത്തിൻ്റെ ചരിത്രത്തിൽ ആദ്യമാണ് എന്ന് ഈ അവസരത്തിൽ സന്തോഷപൂർവ്വം പറയാൻ ആഗ്രഹിക്കുകയാണ്. സ്വീകരണ സമ്മേളനത്തിൽ പഞ്ചായത്ത് പ്രസിഡന്റ് ലൈസമ്മ തോമസ് പനിക്കൽ അധ്യക്ഷത വഹിച്ചു. സന്തോഷത്തോടെയും അഭിമാനത്തോടെയുമാണ് നമ്മൾ ഓരോരുത്തരും നിമിഷം കൂടിയായിരിക്കുന്നത്. കാരണം ബജറ്റിൻ്റെ ഏതാനും ദിവസങ്ങൾക്ക് മുമ്പ് ഒരു രാത്രി സമയത്ത് ഞാൻ ബഹുമാനപ്പെട്ട MLA വിളിച്ച് ചോദിക്കുകയുണ്ടായി, നമ്മുടെ പയ്യന്നൂരിൻ്റെ എന്തെങ്കിലും കാര്യങ്ങൾ ആദ്യ ബജറ്റിലേക്ക് നമ്മൾ കൊടുക്കുന്നുണ്ടോ? അപ്പോൾ എന്നോട് ചോദിക്കുവാണ്, എന്തിനാണ് നിങ്ങൾക്ക് പഞ്ചായത്തിൻ്റെതായ ചില കാര്യങ്ങൾ തരാൻ വേണ്ടിയായിട്ടായിരുന്നു എന്ന് ആവശ്യത്തിൽ പറഞ്ഞു. അപ്പോൾ അതിനെന്താ തന്നോട് വന്ന് സ്നേഹത്തോടെ മറുപടി പറഞ്ഞു. അപ്പോൾ ഞാൻ ചോദിച്ചു, ഞങ്ങൾ നാളെ രാവിലെ പയ്യന്നൂർ എത്തിച്ചു തരട്ടെ എന്ന് ചോദിച്ചു വീട്ടിൽ. അപ്പം പറഞ്ഞു, ഞാനത് തിരുവനന്തപുരമാണുള്ളത്, എനിക്ക് വാട്സപ്പിൽ എഴുതിയിട്ട് തന്നോട് വന്ന് വളരെ സ്നേഹത്തോടെ എന്നോട് പറയുകയുണ്ടായി. അപ്പോൾ അങ്ങനെയാണ് നമ്മൾ 5-6 കാര്യങ്ങൾ അന്നത്തെ പെട്ടെന്ന് തന്നെ അന്ന് രാത്രിയിൽ തന്നെ 5-6 കാര്യങ്ങൾ പദ്ധതികൾക്കായിട്ടുള്ളത് എഴുതി ബഹുമാനപ്പെട്ട MLA വാട്സപ്പിൽ ഇട്ട് കൊടുത്തു. അതെല്ലാം ആദ്യ ബജറ്റിൽ തന്നെ ഞങ്ങൾക്ക് കിട്ടുമെന്ന് ഞങ്ങൾ വിചാരിച്ചില്ലായിരുന്നു. ഞങ്ങൾ പോകുമ്പോഴും ഒരെണ്ണമെങ്കിലും ഉണ്ടാകുമായിരിക്കുമെന്ന് പ്രതീക്ഷയോടെയാണ് ഞങ്ങൾ പോയത്. പക്ഷേ ഏറെ ബഹുമാനപൂർവ്വം സ്നേഹത്തോടെയും കൂടി ആദരവോടും കൂടി പറയട്ടെ, ഞങ്ങളെ ആ വന്ന കാര്യങ്ങളൊക്കെ ആദ്യത്തെ കഴിഞ്ഞ ബജറ്റിൽ ഞങ്ങൾക്ക് അനുവദിച്ചതിന് ഈ ഭരണസമിതിയുടെ പേരിൽ ഏറ്റവും ബഹുമാനപൂർവ്വം ആദരവോടും കൂടി ഹൃദയം നിറഞ്ഞ് നന്ദി ഈ അവസരത്തിൽ ബഹുമാനപ്പെട്ട MLA അറിയിക്കുകയാണ്. ചെറുപുഴ തേജസ്വിനി പുഴയോരം ടൂറിസം പദ്ധതിയുമായി ബന്ധപ്പെട്ടുകൊണ്ട് തുക നീക്കിവെക്കാൻ സന്നദ്ധമായിട്ടുണ്ട്. 5 കോടിയാണ് അതിനുവേണ്ടി നീക്കിവെച്ചിട്ടുള്ളത്. ടോക്കൺ എമൗണ്ട് മാത്രമേ ബഡ്ജറ്റിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളൂ. പറഞ്ഞത് ഇതിൽ പലതിലും ടോക്കൺ എമൗണ്ട് മാത്രമേ വെച്ചിട്ടുള്ളൂ. ഇതിനാവശ്യമായ പൂർണ്ണസംഖ്യ ബഡ്ജറ്റിൽ ഉൾപ്പെടുത്തിയിട്ടില്ല എന്നാണ് ദേശാഭിമാനി പത്രത്തിൽ വന്ന വാർത്ത. തൊട്ടടുത്ത ദിവസം പയ്യന്നൂർ മുനിസിപ്പൽ ചെയർമാൻ്റെ ഒരു ബൈറ്റ് ഓൺലൈൻ മാധ്യമങ്ങളിൽ വരികയുണ്ടായി. അതിൽ പയ്യന്നൂർ പുതിയ ബസ് സ്റ്റാൻഡുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഇതിൽ പുതുതായി ഉൾപ്പെടുത്തിയിട്ടുണ്ട്, കേന്ദ്ര ഫണ്ട് ഉപയോഗിച്ച് നിർമ്മാണം പൂർത്തീകരിക്കും എന്നതാണ് ബഡ്ജറ്റിൽ പറഞ്ഞത്. ഏതാണ് ഫണ്ട് എന്ന് വ്യക്തമല്ല എന്നതാണ് അദ്ദേഹം പറഞ്ഞത്. ഈ 2 കാര്യങ്ങളെ സംബന്ധിച്ചും ഞാൻ നിയമസഭയിൽ ചർച്ചയിൽ പങ്കെടുത്ത് സംസാരിക്കുമ്പോൾ സൂചിപ്പിച്ചിട്ടുണ്ട്. ഞാൻ കഴിഞ്ഞ ജനുവരിയിൽ LDF അവതരിപ്പിച്ച ബജറ്റ് രേഖകൾ പരിശോധിച്ചു. LDFിൻ്റെ കഴിഞ്ഞ ബജറ്റ് മാത്രമല്ല, കഴിഞ്ഞ കുറേ ബജറ്റുകൾ പരിശോധിച്ചു. എല്ലാ ബജറ്റിലും പല പദ്ധതികൾക്കും ടോക്കൺ എമൗണ്ട് മാത്രമേ നീക്കിവെക്കാറുള്ളൂ. വളരെ പെട്ടെന്ന് അടിയന്തരമായും പൂർത്തീകരിക്കേണ്ട പദ്ധതികൾക്കാണ് 20% നീക്കിവെക്കുക. ബാക്കിയുള്ളത് ടോക്കൺ എമൗണ്ട് വെച്ച് ആ പദ്ധതികളെല്ലാം പിന്നീട് നടപ്പാക്കുന്നുണ്ട്. മാധ്യമ സുഹൃത്തുക്കളെ, ഒരുപക്ഷെ 2001 പഞ്ചായത്ത് ഗ്രാമപഞ്ചായത്ത് രൂപീകരിച്ചു. അതിനുശേഷം ഉണ്ടായ നമ്മുടെ പഞ്ചായത്തിന് ലഭിച്ച ഏറ്റവും മികച്ച അംഗീകാരമായി കഴിഞ്ഞ ബഡ്ജറ്റിനെ നാം കാണേണ്ടതുണ്ട്. അതിനെ നമ്മുടെ MLA എന്നുള്ള നിലയിൽ കമ്മീഷൻ വഹിച്ച പങ്ക് വളരെ വളരെ വലുതാണ്. എന്നെപ്പോലെ നിങ്ങൾക്കും ആ കാര്യം അറിവുള്ളതാണ്. പല പദ്ധതികൾക്കും ടോക്കൺ എമൗണ്ട് ആണെങ്കിൽ പോലും അതിൻ്റെ
പൂർത്തീകരണത്തിന് MLA എന്നുള്ളതിൽ അദ്ദേഹത്തിന്റെ ഭാഗത്തുനിന്ന് എല്ലാവിധ സഹകരണങ്ങളും ഈ അവസരത്തിലും ഇതിനു മുമ്പും അദ്ദേഹം വാഗ്ദാനം ചെയ്തിട്ടുണ്ട്. അറിയാവുന്നതുപോലെ ഇക്കഴിഞ്ഞ അസംബ്ലി തെരഞ്ഞെടുപ്പിൽ വളരെ വ്യത്യസ്തമായ ഒരു സാഹചര്യത്തിലാണ് പയ്യന്നൂരിൽ അദ്ദേഹം മത്സരരംഗത്തേക്ക് കടന്നു വന്നതെന്ന് എല്ലാവർക്കും അറിയാം. രാഷ്ട്രീയമാണ്, തെരഞ്ഞെടുപ്പുകൾ നടക്കും, ജനവിധിയാണ്, ജനവിധികൾ അങ്ങനെ എല്ലാവരും അംഗീകരിക്കപ്പെടേണ്ട ജനവിധികൾ ചില ചരിത്രങ്ങളെ മാറ്റിമറിച്ചുകൊണ്ട് തന്നെ സംഭവിക്കും. അതൊക്കെ കാലത്തിൻ്റെ ഭാവിരീതിയാണ് എന്ന തിരിച്ചറിവ് നമുക്ക് എല്ലാവർക്കും ഉണ്ട്. 32ഓളം കാര്യങ്ങളിൽ ഏറ്റവും കൂടുതൽ പദ്ധതികൾ അനുവദിച്ചത് നമ്മുടെ ഗ്രാമപഞ്ചായത്തിനാണ്. ഏതായാലും ആ കാര്യത്തിൽ കൃഷ്ണനെ ഈ അവസരത്തിൽ അഭിനന്ദിക്കുകയാണ്. കൂടാതെ ഇനിയും ഈ 5 വർഷക്കാലം കൃഷ്ണൻ്റെ കൂടെ പറഞ്ഞു കഴിഞ്ഞു. സത്യത്തിന് വേണ്ടി ശരിക്കും പോരാടി ജയിച്ചു വന്ന ഒരു ജനപ്രതിനിധി എന്നുള്ള നിലയിൽ തീർച്ചയായും കക്ഷിരാഷ്ട്രീയമില്ലാതെ തന്നെ ജനങ്ങൾ കൂടെ നിന്ന് 5 വർഷക്കാലം കഴിയുമ്പോൾ ഒരു ജനകീയ MLA ആയി നമ്മുടെ മണ്ഡലത്തിൽ നിന്നും ഇറങ്ങി പോകുവാൻ തീർച്ചയായും സാധിക്കും എന്നതിൻ്റെ ഏറ്റവും വലിയ തെളിവാണ് ഇപ്പോൾ ഇവിടെ ഇവിടെ അവതരിപ്പിച്ച ചില കാര്യങ്ങൾ. പ്രവീൺ KD, ബിറ്റാജ് തോമസ്, ലളിത ബാബു, ലീന വില്യംസ് തുടങ്ങി പഞ്ചായത്ത് ഭരണസമിതി അംഗങ്ങളും മറ്റ് ജനപ്രതിനിധികളും ചടങ്ങിൽ സംബന്ധിച്ചു. ആരോഗ്യമാണ് ഏറ്റവും വലിയ സമ്പത്ത്. വിശ്വസനീയമായ ചികിത്സയും 24 മണിക്കൂർ അത്യാഹിത സേവനവും, ജനറൽ മെഡിസിൻ, ENT, ഫിസിയോതെറാപ്പി, ശിശുരോഗ വിഭാഗം, ECG, ലാബ്, ഫാർമസി തുടങ്ങി സമഗ്ര ആരോഗ്യ സേവനങ്ങൾ ഇനി ഒരൊറ്റ കൊടക്കീഴിൽ. നിങ്ങളുടെ കുടുംബത്തിന്റെ ആരോഗ്യ സുരക്ഷയ്ക്ക് മലബാർ മെഡിക്കൽ ട്രസ്റ്റ് ഹോസ്പിറ്റലിൽ പാടിയൊട്ടിച്ചാൽ കരുതലോടെ ആരോഗ്യത്തിന്റെ നേർരേഖ.